ഇപ്പോൾ യുണൈറ്റഡിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു, എല്ലാം ദുരന്തങ്ങളാണ്, ദുരന്തം ന്യൂസാണ് ഇപ്പം മുഴുവൻ വരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രതീക്ഷകൾ, നമ്മൾ യുണൈറ്റഡ് ഫാൻസിന് ചെറിയ പ്രതീക്ഷ തരുന്ന ചില ന്യൂസുകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ന്യൂസാണ് ജേസൺ വിൽകോക്സിൻ്റെ ന്യൂസ്. അപ്പോൾ ആ ജേസൺ വിൽകോക്സ് എന്ന് പറയുന്ന ആ ഒരു സതാംപ്ടൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറെ നമ്മൾ ഇങ്ങോട്ട് യുണൈറ്റഡിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി സതാംപ്ടനെ യുണൈറ്റഡ് ഒഫീഷ്യലി അപ്രോച്ച് ചെയ്തു. പക്ഷേ ആ ഒരു അപ്രോച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു ക്രൂഷ്യൽ സമയത്ത് അങ്ങനത്തെ ഒരു അപ്രോച്ച് നടത്തിയത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം സതാംപ്ടൺ എന്ന് പറയുന്ന ടീം കഴിഞ്ഞ വർഷം റെലിഗേറ്റ് ആയി. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വിൽകോക്സ് സിറ്റിയിൽ നിന്ന് സതാംപ്ടനെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിൻ്റെ അണ്ടറിൽ പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നു, റസൽ മാർട്ടിൻ എന്ന് പറയുന്ന കോച്ചിനെ കൊണ്ടുവരുന്നു. അവിടെ കുറേ പ്ലെയേഴ്സിനെ വിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിൻ്റെ അണ്ടറിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അപ്രോച്ച് ചെയ്യുന്നു. അവർ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് നേരെ പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോട്ട് ആകാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ യുണൈറ്റഡിൻ്റെ അപ്രോച്ച് അനുസരിച്ച് യുണൈറ്റഡ് വിൽകോക്സിൻ്റെ ഈ ഒരു സതാംപ്ടണിലെ ഒരു വർഷത്തെ സാലറി കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ പേ ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. അത് സതാംപ്ടൺ അക്സെപ്റ്റ് ചെയ്തില്ല. മോനെ നീ ഒരു 12 മാസം പോയി ഗാർഡനിങ് ലീവിൽ ഇരിക്കുക എന്നാണ് സതാംപ്ടൺ വിൽകോക്സിനോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു വിൽകോക്സും ഡാൻ ആഷ്വർത്തിനും ഒമാർ ബറാഡയ്ക്കും പിന്നാലെ നമ്മുടെ ജേസൺ വിൽകോക്സും ഇപ്പം 12 മാസത്തെ ഗാർഡനിങ് ലീവിലാണ്. പക്ഷേ ഡാൻ ആഷ്വർത്തിൻ്റെ ഡീലും ഈ ഡീലും ഒക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേന് അത്രയും കാശൊന്നും പേ ചെയ്യേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന സതാംപ്ടണുമായിട്ട് അത്രയും വലിയൊരു ഭയങ്കര നെഗോസിയേഷൻ നടത്തേണ്ടിയൊന്നും വരത്തില്ല. കുറച്ചുകൂടെ ഈസിലി ഈ ഒരു ഡീല് വിൽകോക്സിൻ്റെ ഈ ഒരു ഡീല് യുണൈറ്റഡ് പുൾ ഓഫ് ചെയ്യും. വിൽകോക്സ് എത്രയും പെട്ടെന്ന് യുണൈറ്റഡിനെ ജോയിൻ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈവൻ ഡാൻ ആഷ്വർത്തിന് മുന്നേ പ്രോബബ്ലി വിൽകോക്സ് നമ്മളെ ജോയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു വിൽകോക്സ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ നമ്മൾ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറയുന്ന റോള് കൂടുതലും നമ്മൾ നോക്കിയാൽ യുണൈറ്റഡിലെ ഇപ്പോഴത്തെ ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറയുന്നത് ഡാരൻ ഫ്ലെച്ചറാണ്. പുള്ളിയുടെ റോള് കൂടുതലും ഈ ഒരു ടെൻ ഹാഗിൻ്റെ ബാക്ക് റൂം സ്റ്റാഫിൻ്റെ ഭാഗമാണ് പുള്ളി. പക്ഷേ മാച്ചിലൊന്നും പുള്ളി അങ്ങനെ ഒരു ബാക്ക് റൂം സ്റ്റാഫ് എന്നുള്ള രീതിയിൽ വരാറൊന്നുമില്ല. പക്ഷേ പുള്ളി കോച്ച് ഈ ഒരു ട്രെയിനിങ്ങിലൊക്കെ പുള്ളിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അക്കാഡമിയിൽ നിന്ന് എസ്പെഷ്യലി അണ്ടർ 21 ടീമിൽ നിന്നൊക്കെയുള്ള ആ ഒരു ഫസ്റ്റ് ടീമിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ, അപ്പോൾ അത് സ്മൂത്തറാക്കുക. അങ്ങനെ ഈ ഒരു അണ്ടർ 21 ടീമിലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്ക് പയ്യെ ഈ ഒരു ഫസ്റ്റ് ടീമിലേക്കുള്ള ഇൻ്റഗ്രേഷൻ അറ്റ് ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ഫസ്റ്റ് ടീമിൻ്റെ ട്രെയിനിങ്ങിൽ കൊണ്ടുവരും. അങ്ങനെ ഗ്രാജുവലി ആ ഒരു ഫസ്റ്റ് ടീമിലേക്കുള്ള ഇൻ്റഗ്രേഷൻ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഇങ്ങനത്തെ ഈ ഒരു അക്കാഡമി പ്ലേയേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് ഡാരൻ ഫ്ലെച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോബബ്ലി ഇത് തന്നെ ആയിരിക്കും ഈ വിൽകോക്സിനെയും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തന്നെ ചെയ്യിപ്പിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം സിറ്റിയിൽ ഇങ്ങനത്തെ ഒരു സിമിലർ റോളിലായിരുന്നു ഈ ഒരു വിൽകോക്സ്. കാരണം പുള്ളിക്ക് ഇങ്ങനത്തെ യങ്ങർ പ്ലേയേഴ്സുമായിട്ട് ഡീൽ ചെയ്ത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. സിറ്റിയിൽ ആദ്യം പുള്ളി സ്റ്റാർട്ട് ചെയ്ത് അണ്ടർ 18 കോച്ചായിട്ടാണ്. അപ്പോൾ അണ്ടർ 18 കോച്ചായിട്ട് 2015-ലും 2016-ലും ഒക്കെ അവരെ കൊണ്ട് ആ ഒരു FA യൂത്ത് കപ്പിൻ്റെ ഫൈനലിലൊക്കെ എത്തിച്ചു. അങ്ങനെ ആ ഒരു FA യൂത്ത് കപ്പിൻ്റെ ഫൈനലിൽ തോറ്റു അവർ. ചെൽസി ആയിട്ട് അടുപ്പിച്ച് 2 സീസൺ തോക്കുക വെച്ചത്. പക്ഷേ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ ആ ഒരു ഒന്നും അല്ലായിരുന്ന ആ സിറ്റി അക്കാഡമിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഗ്രോത്ത് അതിന് ഏറ്റവും വലിയ പങ്ക് ജേസൺ വിൽകോക്സിനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അണ്ടർ 18 കോച്ച് എന്നുള്ള രീതിയിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ സക്സസ് ആകുന്നു. അതിനുശേഷമാണ് പുള്ളിയെ ഈ സിറ്റിയുടെ അക്കാഡമിയുടെ ഹെഡാക്കുന്നത്. ഇപ്പോൾ ഗ്വാർഡിയോള ഉള്ള സമയത്ത് തന്നെയാണ് സിറ്റിയുടെ അക്കാഡമിയുടെ ഹെഡായിട്ട് ഈ ഒരു മനുഷ്യൻ വരുന്നത്. അപ്പോൾ അക്കാഡമിയുടെ ഹെഡായിട്ട് ആദ്യം വരുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സമയത്ത് സിറ്റിയിൽ ഉള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സൈഡിലുള്ള ആൾക്കാർക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു കോൾ പാർമർ, ഇപ്പം ചെൽസിയുടെ പ്ലെയറായുള്ള ആ സമയത്ത് സിറ്റിയുടെ അക്കാഡമി പ്ലെയറായിരുന്ന കോൾ പാർമറിന് ഡീല് കൊടുക്കണോ അല്ലെങ്കിൽ ഈ പുള്ളിയുടെ ഡീല് കോൾ പാർമറിൻ്റെ ഓൾറെഡി ഉള്ള കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനും പുള്ളിയെ റിലീസ് ചെയ്യാനും ഒക്കെയുള്ള പരിപാടിയിലായിരുന്നു സിറ്റി. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മനുഷ്യൻ ഇടപെട്ടിട്ടാണ് ഈ ഒരു കോൾ പാർമറിന് ആ ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് സിറ്റി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ടാലൻസിനെയൊക്കെ ജഡ്ജ് ചെയ്യാനും കറക്റ്റായിട്ടുള്ള ടാലൻസിനെ അങ്ങനെ ആ ഒരു ടാലൻസിനെ ജഡ്ജ് ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു കഴിവ് പുള്ളിക്കുണ്ട്. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഫിൽ ഫോഡൻ ആണെങ്കിലും റിക്കോ ലെവിസ് ആണെങ്കിലും പിന്നെ ഓസ്കർ ബോബ് ഇങ്ങനത്തെ കളിക്കാരൊക്കെ ഫസ്റ്റ് ടീമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു വിൽകോക്സിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രാൻസിഷൻ ഒക്കെ നടത്താൻ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. അതുമാത്രമല്ല സിറ്റി എന്ന് പറയുന്ന ആ ഒരു അക്കാഡമി നല്ല രീതിയിൽ അവരെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം പെപ് ഗോർഡിയോളയ്ക്ക് വേണ്ടാത്ത ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാർ അക്കാഡമിയിലുണ്ട്.
അപ്പോൾ അങ്ങനത്തെ കളിക്കാരെ ചൂസ് ചെയ്ത് അവരെ വിറ്റ് നല്ല രീതിയിൽ നല്ല പ്രോഫിറ്റിൽ വിൽക്കാൻ വേണ്ടി ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിൽകോക്സ് ഒക്കെ. അപ്പോൾ വിൽകോക്സിൻ്റെ അണ്ടറിൽ നമ്മൾ സിറ്റിയുടെ ഡീലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അവരുടെ ഒരു പ്ലെയേഴ്സിൻ്റെ അക്കാഡമി പ്ലെയേഴ്സിൻ്റെ പ്രൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15 മില്യനും ഒരു 25 മില്യനും ഒക്കെ ഇടയ്ക്കാണ് അവർ ഓരോ പ്ലെയറിനെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് 1-2 മില്യനാണ് സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സിദാൻ ഇക്ബാലിൻ്റെയും ഇപ്പം അൽവാരോ ഫെർണാണ്ടസിന് 6 മില്യൻ എന്താണ് ബെൻഫിക്കയ്ക്ക് ആ ഒരു സൈൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ തുച്ഛമായ ഇപ്പോൾ തടൻ മെങ്കിയുടെ കാര്യമൊക്കെ നോക്കിയാലും അങ്ങനെ വളരെ തുച്ഛമായ ഫീസിലാണ് യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫൈനാൻഷ്യലി ഒത്തിരി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡിൻ്റെ സെയിൽ അക്കാഡമി പ്ലേയേഴ്സിൻ്റെ സെയിൽ നോക്കിയാൽ 2022 സമ്മർ കഴിഞ്ഞ പിന്നെ യുണൈറ്റഡിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഏകദേശം 50 മില്യൺ പൗണ്ട്സിൻ്റെ സെയിലാണ് അക്കാഡമി പ്രൊഡക്റ്റിൽ നിന്ന് യുണൈറ്റഡ് നടത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പുറത്ത് നമ്മൾ സിറ്റിയുടെ കാര്യം നോക്കിയാൽ 2022 ശേഷം അവർ 150 മില്യൺ പൗണ്ട്സിൻ്റെ റവന്യൂ ആണ് ഈ ഒരു അക്കാഡമി പ്ലേയേഴ്സിനെ സെല്ല് ചെയ്തുകൊണ്ട് അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻസും ഇതുപോലെ ഇങ്ങനത്തെ ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻസൊക്കെ മേക്ക് ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജേസൺ വിൽകോക്സ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യുണൈറ്റഡിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, അത് യുണൈറ്റഡിലും അതേ സംഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശരിക്കും യുണൈറ്റഡ് ഇങ്ങനത്തെ ഈ ഒരു മനുഷ്യനെ ഇപ്പം ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പം സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് സദാംപ്ടണിൽ വന്നിട്ട് പോലും അവിടുത്തെ കോച്ചിൻ്റെ അപ്പോയിൻമെൻറ്റ്, റസൽ മാർട്ടിൻ്റെ അപ്പോയിൻമെൻറ്റ്, പിന്നെ അവിടെ ക്രൂഷ്യലായിട്ടുള്ള പല പ്ലേയേഴ്സിൻ്റെയും എന്നാ പറയുന്നത് ഇപ്പം റെലിഗേറ്റും കൂടെ ആയപ്പോഴത്തേന് പല പ്ലേയേഴ്സിനും അവിടുന്ന് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ റോമിയോ ലാവിയ, അതുപോലെ തന്നെ ജെയിംസ് വാർഡ് പ്രൗസ്, പിന്നെ നഹാൻഡല്ല, ഇങ്ങനത്തെ കളിക്കാരെയൊക്കെ ഇവർ വിൽക്കുന്നു. ഓൾമോസ്റ്റ് 160 മില്യൺ പൗണ്ട്സോളം അവർ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അവർ ജനറേറ്റ് ചെയ്തു പ്ലെയറിൻ്റെ സെയിൽ വഴി. അപ്പം അങ്ങനത്തെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷന് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അവർ സ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ വെറും 18 മില്യൺ പൗണ്ട്സാണ് ഇവർ സദാംപ്ടൺ സ്പെൻഡ് ചെയ്തത്. കൂടുതലും ലോൺ മാർക്കറ്റിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ലോണിൽ കൂടുതൽ പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നാണ് ഇപ്പോൾ ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള ആ ഒരു ഫൈറ്റ്, പ്രൊമോട്ടായിട്ട് പ്രീമിയർ ലീഗിലേക്ക് വരാൻ വേണ്ടിയുള്ള ആ ഒരു ഫൈറ്റ് ഇപ്പം ഈ ഇങ്ങനത്തെ ഒരു ചെറിയ വളരെ തുച്ഛമായിട്ടുള്ള ബഡ്ജറ്റ് നിന്നുകൊണ്ടാണ് ഈ ഒരു സദാംപ്ടൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓൾറെഡി പ്ലേ ഓഫിനൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോബബ്ലി നമുക്ക് അടുത്ത സീസണിൽ സദാംപ്ടണെ പ്രീമിയർ ലീഗിൽ കാണാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും എഫിഷ്യൻ്റ് ആണ് ഇപ്പോൾ പല സ്ഥലത്തും പോയിട്ട്, സിറ്റിയിലാണെങ്കിലും സദാംപ്ടണിലൊക്കെ പോയിട്ട് പുള്ളിയുടെ ആ ഒരു കഴിവ് തെളിയിച്ച മനുഷ്യനാണ്. അങ്ങനെ കഴിവ് തെളിയിച്ച ആൾക്കാരെ വേണം യുണൈറ്റഡിൽ കൊണ്ടുവരാൻ വേണ്ടി. അല്ലാതെ നമ്മുടെ ജോൺ മേർട്ടറും ഡാരൻ ഫ്ലെച്ചറും ഒന്നും അല്ല നമ്മുടെ സൊല്യൂഷൻ. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൽ വന്നിട്ട് അവരുടെ ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു ആർട്ട് അല്ലെങ്കിൽ ഈ ഒരു ജോലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ് വന്നിട്ട്. അപ്പോൾ അതിനുള്ളൊരു വേദിയല്ല യുണൈറ്റഡ്. ഇങ്ങനത്തെ ചെറിയ ടീമുകളിൽ പോയിട്ട് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ പഠിച്ച് അവിടെ പ്രൂവ് ചെയ്തതിന് ശേഷം വേണം യുണൈറ്റഡ് പോണക്കത്തെ ടീമിലേക്കൊക്കെ ഇങ്ങനത്തെ വലിയ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരാൻ വേണ്ടി. അപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുന്നേ തന്നെ ഈ ഒരു ജേസൺ വിൽകോക്സ് യുണൈറ്റഡിനെ ജോയിൻ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത്ര വലിയൊരു ഹാർഡ് നെഗോസിയേഷനും കാര്യങ്ങളും നടത്തേണ്ട കാര്യം കാണത്തില്ല. ഈ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഗാർഡനിങ്ങിലാണല്ലോ പുള്ളി ഓൾറെഡി റിസൈൻ ചെയ്തു. അപ്പോൾ ഈ ഒരു മനുഷ്യൻ വരും. ഈ ഒരു മനുഷ്യൻ്റെ അണ്ടറിൽ ഈ മനുഷ്യനും ഒമർ ബറാഡയും എല്ലാം കൂടി ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി നമ്മുടെ ദുരന്തം ന്യൂസുകളിലേക്ക് കടക്കാം. ദുരന്തം ന്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പ്ലേയേഴ്സ് വീണ്ടും ഇഞ്ചുവേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലിവർപൂളിനെതിരെയുള്ള ജയം നമ്മളെല്ലാവരും ഒത്തിരി സന്തോഷിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോഴത്തേനും ഡബിൾ ബൊണാൻസ എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനും ഓരോ യുണൈറ്റഡ് ഫാനും എക്സൈറ്റഡ് ആയിരുന്നു എന്ന് എനിക്കറിയാം. കാരണം ഈ ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് ഈ ടെൻഹാഗ് വന്നതിന് ശേഷമുള്ള ടെൻഹാഗിൻ്റെ അണ്ടറിലുള്ള ഏറ്റവും ബെസ്റ്റ് സൈനിങ് പുള്ളിയാണ്. നമ്മുടെ ഏറ്റവും നല്ല ഡിഫൻഡർ പുള്ളിയാണ്. ടീമിലൊരു ലീഡറാണ്, ഫ്യൂച്ചർ ക്യാപ്റ്റൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യനാണ് ലിസാൻഡ്രോ മാർട്ടിനസ്. പക്ഷേ ഈ പ്ലെയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചുവേർഡ് ആകുന്നത് ചിലപ്പം പുള്ളിയുടെ കരിയർ വരെ അവസാനിപ്പിക്കാൻ കാരണമായേക്കാം. അത് ശരിക്കും നമ്മൾ ജോസെ മൂറിഞ്ഞോടെ സമയത്ത് പുള്ളിയുടെ ആദ്യത്തെ സീസണിൽ നമ്മൾ എറിക് ബേയെ സൈൻ ചെയ്തു. എറിക് ബേ ഭയങ്കര ഒരു ഹോട്ട് പ്രോസ്പെക്റ്റ് ആയിട്ട് വരുന്നു, ഭയങ്കര അറ്റാക്കിങ് അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ഡിഫൻഡർ ആയിരുന്നു ഈ ഒരു എറിക് ബേ. പക്ഷേ എറിക് ബേ ഇവിടെ വന്നു ആദ്യത്തെ സീസൺ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു റെപ്യൂട്ടേഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പുള്ളി പെർഫോം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മുതൽ പുള്ളിക്ക് പയ്യെ ഇഞ്ചുറി വന്നു. അങ്ങനെ ഓരോ ഇഞ്ചുറി കഴിഞ്ഞ് അങ്ങനെ പയ്യെ ഈ മനുഷ്യൻ്റെ കരിയർ ഒന്നുമല്ലാതായി. ലാസ്റ്റ് ആർക്കും വേണ്ടാത്ത ഒരു പ്ലെയറായി മാറി ഈ ഒരു എറിക് ബൈ. അപ്പം അങ്ങനത്തെ ഒരു ഗതികേട് ഈ ഒരു മനുഷ്യൻ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. കാരണം ഇത്രയും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു പ്രതീക്ഷയായിട്ടുള്ള ഈ ഒരു പ്ലെയറിൻ്റെ കരിയർ ഇങ്ങനെ ഇഞ്ചുറി കാരണം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പം അതൊന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മാസത്തെ റിക്കവറി ടൈം വേണം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പം ലിൻഡലോഫും ലിസാൻഡ്രോ മാർട്ടിനസ് രണ്ടുപേരും ഇഞ്ചുവേർഡാണ്, പുറത്തായി. മഗ്വയർ മാത്രം ഉണ്ടാകപ്പാടെ. ഇപ്പം വറാൻ്റെ കാര്യം നോക്കിയാലും കഴിഞ്ഞ മാച്ചിൽ വറാണെ പ്രിക്കോഷണറി മെഷർ എന്നുള്ള രീതിയിൽ ഹാഫ് ടൈമിലൊക്കെ സബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഫുള്ളി ഫിറ്റൊന്നുമല്ല.
പാകപ്പാടെയുള്ള നമ്മുടെ ഡിഫൻഡർ എന്ന് പറയുന്നത് ഒരു സീനിയർ ഡിഫൻഡർ എന്ന് പറയുന്നത് മഗ്വയറാണ്. മഗ്വയറിൻ്റെ കൂട്ടത്തിൽ 36-37 വയസ്സുള്ള ജോണി എവൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചുറി വരുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലർ ടെൻ ഹാഗിനെ കുറ്റം പറയുന്നു, ചിലർ മെഡിക്കൽ ടീമിനെ കുറ്റം പറയുന്നു. ഇത് ആക്ച്വലി ആരുടെ കയ്യിലാണ് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ഇൻറ്റേർണലി അത്ര ഒരു ആക്സസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫാൻസിനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം പല ഇനിയോസ് ആണെങ്കിലും പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും റിവ്യൂവും കാര്യങ്ങളും സ്റ്റഡിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനാൻഷ്യലിയുള്ള സ്റ്റഡിയുടെ കാര്യത്തിനെക്കുറിച്ചൊക്കെ പല റിപ്പോർട്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഇത്ര മോശമാകാനുള്ള, അല്ലെങ്കിൽ ഈ കാശിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങിനെ കുറിച്ച്, ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങിൻ്റെ ഒരു ഹാൻഡ്ലിങ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഹാൻഡ്ലിങ്ങിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു റിവ്യൂവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ FFPയുടെ ഒരു ബ്രീച്ച് കാരണം നമ്മൾ കഴിഞ്ഞ സീസണിൽ 257,000 പൗണ്ട്സാണ് നമ്മൾ ഫൈനായിട്ട് അടച്ചത്. അപ്പം ഈ ഒരു സീസണിലാണെങ്കിലും നമ്മൾ ഈ ഒരു സമ്മറിലാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് 100 മില്യൺ എന്തോ ആണ് നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബ് ഫൈനാൻഷ്യലി ഇത്ര അൺസ്റ്റേബിൾ ആകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സ്റ്റഡി നടത്തുന്ന കൂട്ടത്തിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും കോച്ചിങ്ങിലും ആ ഒരു ട്രെയിനിങ്ങിലും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ എല്ലാം സ്റ്റഡി നടത്തും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എൻ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് റിസൾട്ട് വരും, അപ്പോൾ ആ ഒരു റിസൾട്ട് അനുസരിച്ച് ഇവർ പ്രൊആക്റ്റീവായിട്ട് കുറച്ചുകൂടെ ഇതിനെയൊക്കെ എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൊല്യൂഷനിലെത്തും എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ബൈ.